കരച്ചിൽ കാണുമ്പോഴാ. മനസ്സ് കൈവിട്ട് പോയപ്പം പിന്നെ അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റി കാണത്തില്ല. അതാവും. എങ്ങനെ കളിച്ചു വീരിച്ച് നടന്ന വെങ്കൊച്ച. കരയോക്കാരൊക്കെ പോയോ? പോയടാ. എനിക്കിതങ്ങോട്ട് ഒട്ടും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലടാ. ഇന്നലെ കൂടി ഞാൻ അവളെ കണ്ടതാ. എന്നാലും ആ കുട്ടിയുടെ നിന്നൊക്കെ ഒന്ന് സമ്മതിച്ചുകൂടായിരുന്നു. സമ്മതിച്ചാൽ അവരുടെ മാനവും മര്യാദ ഇല്ലാണ്ടായി പോവില്ലേ? ഇപ്പോഴും ജാതിയും പിടിച്ചുകൊണ്ട് നടക്കുക. എന്തായാലും അകപ്പാടുള്ളൊരു മോളുടെ ജീവൻ പോയപ്പം അയാൾക്ക് സമാധാനമായി കാണും. എന്ത് ചെയ്യാനാന്നൊക്കെ. ഈ പിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ഇപ്പം ചെയ്യുക? സ്നേഹിച്ച ചെക്കനെ കിട്ടിയില്ലെന്നും പറഞ്ഞ് അസ്ഥിക്ക് പിടിച്ച പ്രേമായിരുന്നടാ അവക്ക്. അതാ. അല്ലടാ, അവിടെ കാര്യങ്ങളൊക്കെ എന്തായി? കാര്യങ്ങളൊക്കെ എന്താ കഥ? ഈ കല്യാണം നടക്കില്ല, നടക്കാൻ പാടില്ല. നടക്കാൻ പാടില്ലെന്നോ? നീ ഇതെന്താ ഈ പറയുന്നേ? എന്താ ഞാൻ പറഞ്ഞത്? നിങ്ങളാരും കേട്ടില്ലേ?
നീ വെറുതെ കളിക്കല്ലേ ഗാഥ. ഗാഥ, നീ എന്താ ഈ കാണിക്കുന്നേ? അങ്കിളെ, ഞാൻ പറയുന്നത് ആദ്യം നിങ്ങളൊന്ന് കേൾക്ക്. എന്ത് കേൾക്കാൻ? ഈ മുഹൂർത്ത സമയത്ത് വന്നിട്ട് നീ ഇത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? ഞാനൊന്നും കാട്ടിക്കൂട്ടുമല്ല. ഈ കല്യാണം നടക്കാൻ പാടില്ല. എന്താ ഗാഥ നിനക്ക്? ബിക്കോസ് ഐ ആം പ്രഗ്നന്റ്. എന്ത്? ഹാ, ഞാൻ പ്രഗ്നന്റ് ആണ്. അതിന് കാരണക്കാരൻ ഈ കൃഷ്ണയും. വെറുതെ അനാവശ്യം പറയല്ലേ നീ. ഗാഥ, നീ ഇതെന്തൊക്കെ വിളിച്ച് പറയുന്നത് വല്ല ബോധമുണ്ടോ നിനക്ക്? ഞാൻ പറഞ്ഞത് സത്യ. ഞാനും കൃഷ്ണയും തമ്മില് ഇല്ല, ഞങ്ങളിത് വിശ്വസിക്കില്ല. വിശ്വസിക്കണം. ഇവള് പറഞ്ഞത് സത്യ. അവള് പ്രഗ്നന്റ് ആണ്. അത് പറയാൻ നിങ്ങളാരാ? ഞാൻ ഡോക്ടർ മീര, ഒരു ഗൈനക്കാണ്. പിന്നെ ഇവരുടെ കോമൺ ഫ്രണ്ടും ആണ്. ദക്ഷ, ദക്ഷ മോളെ, നീ എന്താ മിണ്ടാതിരിക്കുന്നേ? അവര് പറയണ കേട്ടില്ലേ? നീ ഇതെന്താ? മോനെ, മോനെ, നീ എങ്കിലും ഒന്ന് പറയടാ. അവള് പറഞ്ഞത് സത്യമല്ലെന്ന് നീ എങ്കിലും ഒന്ന് പറ. സത്യമാണ്. പക്ഷെ അപ്പൊ നിങ്ങൾക്കിടയില് അവള് പ്രഗ്നന്റ് എന്ന് പറഞ്ഞത് സത്യാണോ? അതെനിക്ക് നീ ഇനി ഒരക്ഷരം വേണ്ടി പോരുത്. അപ്പൊ അപ്പൊ ഇവള് എന്റെ ദക്ഷ, അവളെ നിനക്ക് എങ്ങനെ തോന്നിയടാ എന്റെ കൊച്ചിനെ ചതിക്കാൻ? നിനക്ക് വേണ്ടിട്ടല്ലേടാ അവള് എന്നോട് പോലും തല്ലുണ്ടാക്കിയിട്ട്. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? എന്റെ വീട്ടിൽ തന്നെയാണല്ലോ ഭഗവാൻ എന്റെ കുഞ്ഞിനും. കേട്ടില്ലേടി? അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ ഇവരെ ഒന്ന് കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന്. കുഞ്ഞി മോളെ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ നീ കാരണം എന്റെ കുഞ്ഞിയുടെ കണ്ണ് നിറയാൻ പാടില്ലെന്ന്. എന്നിട്ട് നീ ഇപ്പൊ എന്താണ് ചെയ്തത്? മതി, എല്ലാരും കൂടി ഇനി അവന്റെ മെക്കിട്ട് കയറാൻ നിക്കണ്ട. എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. അതിനുള്ള പോവഴി എന്താന്ന് ആലോചിക്കിനി. എന്ത് പോവഴി? നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? അത് പിന്നെ എന്തായാലും ഇവരുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോ അല്ല, അതുകൊണ്ട് നമുക്ക് ഗാഥയുടെ കൃഷ്ണയുടെ വിവാഹം നടത്താം. ശാരദ, നീ എന്താടി പറഞ്ഞ? ദാ ആ ചങ്ക് തകർന്ന് നിൽക്കുന്നവളെ കണ്ടോ നീ? എങ്ങനെ അല്ലേലും പണ്ടേ നിനക്ക് അവളെ കണ്ണി പിടിക്കില്ലല്ലോ അല്ലേ? നിങ്ങൾ വെറുതെ അല്ലേ തന്നെ. ഇപ്പൊ അതൊന്നും ചിന്തിക്കേണ്ട സമയമല്ലല്ലോ. ഞാൻ എന്റെ മോന്റെ കുഞ്ഞിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. അതാ അമ്മ, ഇവിടെ നിൽക്കുന്ന ആരെക്കാളും കാര്യങ്ങൾ പറഞ്ഞാൽ ദക്ഷയ്ക്ക് മനസ്സിലാവും. ഒരച്ഛനില്ലാതെ വളർന്നു വരുന്ന കുഞ്ഞിന്റെ മാനസികാവസ്ഥ എന്താന്ന് അവക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ വഴിയിലൂടെ വന്നതാ ഇവളും. മറ്റുള്ളവർക്ക് ആ കുഞ്ഞിനെ കളിയാക്കി ചിരിക്കാൻ വേണ്ടിട്ട് ഇട്ടു കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവളാ. നിങ്ങൾ എന്താ ഗാഥയെ മനസ്സിലാക്കാത്തത്? നമ്മുടെ മകൻ ചെയ്ത തെറ്റിന്റെ ഫലവാ അവളുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞ്. ഇന്നിവിടെ ഇവരുടെ വിവാഹം നടന്ന അവൾ ആ കുഞ്ഞിനും കൊണ്ട് എന്താ ചെയ്യേണ്ടത്? പോയി ജീവൻ അവസാനിപ്പിക്കണോ? അതോ നിങ്ങളുടെ പെങ്ങൾ ദാ ഇവളെയും കൊണ്ട് കിടന്ന് കഷ്ടപ്പെട്ട പോലെ ഇവളും ആ കുഞ്ഞിനെയും കൊണ്ട് കിടന്ന് കഷ്ടപ്പെടണോ? ഇവരുടെ മുൻപിൽ തന്നെ ആ കുഞ്ഞ് അച്ഛനില്ലാതെ വളരുമ്പോ ഇവർക്ക് സന്തോഷത്തോടെ ഒന്ന് ജീവിക്കാൻ പറ്റുമോ? സമാധാനമായിട്ട് ഒരു രാത്രിയെങ്കിലും ഒന്ന് ഉറങ്ങാൻ പറ്റുമോ? പറ, നീ ഇപ്പൊ എന്താ ശാരദ പറഞ്ഞു വരുന്നേ? ഇവക്കും ഇവളുടെ കുഞ്ഞിനും വേണ്ടിട്ട് എന്റെ മോള് മാറി തരണോന്നോ? അവളുടെ കുഞ്ഞല്ല, അവരുടെ കുഞ്ഞ്. ദക്ഷ എപ്പോഴും പറയുമല്ലോ കൃഷ്ണയുടെ സന്തോഷത്തിന് വേണ്ടിട്ട് എന്തും ചെയ്യുമെന്ന്. അപ്പൊ അവന്റെ ചോരയിൽ ഉണ്ടാകാൻ പോണ ആ കുഞ്ഞിനെ അവള്
സങ്കടത്തിലേക്ക് വലിച്ചിടുവോ? അതിന് ഇവൾക്ക് കഴിയോ? അവളെ പോലെ ആ കുഞ്ഞിനെ മറ്റുള്ളൊരു തന്തയില്ലാത്തവനെന്ന് മുദ്ര കുത്തി കാണുമെന്നാണോ നീ പറയുന്നേ? മതി നിർത്ത്. മോളെ മോളെ ദക്ഷ, നീ ഇത് എങ്ങോട്ടാടി? കുഞ്ഞി, മോളെ അമ്മ പറയുന്നൊന്ന് കേക്കടി. നീ ഇത് എങ്ങോട്ടാ പോണേ? ദക്ഷ അവിടെ നിക്ക്, പറയുന്ന കേക്ക്. കുഞ്ഞി, ദക്ഷ, നീ ദക്ഷ. ദക്ഷ, നീ എന്താ കാണിക്കാൻ പോന്നേ? ദക്ഷ അവിടെ നിക്ക്. കുഞ്ഞി, കുഞ്ഞി. കുഞ്ഞി, 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 ഇവളിത്, കുഞ്ഞി, ഇത് എവിടെ പോയി? കുഞ്ഞി, കുഞ്ഞി, നീ ഇത് എന്ത് പണിയാ മോളെ കാണിച്ചേ? ചേട്ടാ പേടിച്ചു പോയോ? പേടിച്ചു പോയോന്നോ? നിന്നെ അങ്ങനെ വെച്ചിട്ട് പോവാൻ ഈ കുഞ്ഞിക്ക് പറ്റുവോടാ? കുഞ്ഞി, തമാശക്ക് പോലും ഇങ്ങനെ ഒന്ന് കാണിച്ചേക്കല്ലേടി. മോളെ ദക്ഷ, മതിയോ? അല്ല, ഇത്ര അഭിനയിച്ചാ മതിയോ എന്ന് ചോദിച്ചതാ. നിന്റെ അത്രയും വന്നിട്ടില്ലെന്നറിയാം. എന്നാലും നീ എന്താ പറയുന്നേ? നീ എന്താ കരുതിയത്? ഇതുപോലൊരു നാടകം കളിച്ചാ ഞാൻ നിനക്ക് ഇവനെ വിട്ട് തന്നിട്ട് പോയി ചാവുമെന്നോ? അല്ലമ്മായി, എന്നു മുതലാ നിങ്ങൾ എന്നെ കുറിച്ച് ഇത്രയ്ക്കും അങ്ങ് കടന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്? ഇവള് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ മകന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇത്രയ്ക്കൊക്കെ ചിന്തിച്ചു കൂട്ടിയോ? ഹോ, ആ മനസ്സ് സമ്മതിക്കണം. മോളെ ദക്ഷ, നീ ഇത് അമ്മ എന്തിനാ കരയുന്നേ? ഇവൻ എന്നെ ചതിച്ചെന്നും പറഞ്ഞിട്ടോ? ഒരിക്കലും ഇല്ല. എൻ്റെ കിച്ചനെയും ഞങ്ങളുടെ സ്നേഹവും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജിതേട്ടാ, ഇവള് പ്രഗ്നന്റും അല്ല, ഇവർക്കിടയിൽ അങ്ങനെ ഒരു കോപം നടന്നിട്ടുമില്ല. ദക്ഷ, നീയാണോ പറയുന്നത് ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന്? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത് സത്യ. എന്തിന്? ദാ ഇവള് വരെ പറഞ്ഞില്ലേ. ഈ ഡോക്ടർ പറയുന്നതിനപ്പുറമാണോ നിന്റെ? പിന്നെ അവന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായോണ്ടല്ലേ അവൻ നിന്നോട് ഇത് പറയാഞ്ഞത്? അല്ലെ തന്നെ ഇങ്ങനെ ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് പറയോ ഇതൊക്കെ? ഇല്ലല്ലോ. എപ്പോഴും ഒളിപ്പിച്ചു വെക്കാനല്ലേ ശ്രമിക്കാറുള്ളൂ. ഒരുപക്ഷെ നിനക്ക് അവനോടുള്ള പോലുള്ള ആത്മാർത്ഥത അവന് നിന്നോട് കാണത്തില്ല. അതുകൊണ്ടാ ഇതൊന്നും നിന്നോട് പോലും. നിർത്തടി. നീ എന്താ ഇവനെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നേ? കിച്ചൻ ഒരുത്തിയെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അവളെ മാത്രമേ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കിയിട്ടുള്ളൂ. നീ ഇപ്പൊ ഘോരം ഘോരം പ്രസംഗിച്ചില്ലേ? അവൻ എന്നോട് ഒട്ടും ആത്മാർത്ഥത ഇല്ലാത്തോണ്ടാ എന്നോട് ഇതൊന്നും പറയാഞ്ഞതെന്ന്. എന്നാ നിനക്ക് തെറ്റി. എന്നെ ഒന്നും അറിയിക്കേണ്ടെന്ന് നീ അവന്റെ തലങ്ങും വിലങ്ങും നിന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പോലും അവനെല്ലാം വന്ന് എന്നോട് പറഞ്ഞടി.
കിച്ചേട്ടാ, കിച്ചേട്ടാ, നീ ഇതെന്താ പറയാണ്ട് പെട്ടെന്ന്? അടുത്ത ആഴ്ച വരുമെന്നല്ലേ പറഞ്ഞേ? ഞാൻ ചോദിക്കുന്ന കേക്കുന്നില്ലേ നീ? നീ എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നേ? 2 ദിവസമായിട്ട് നീ എന്നെ വിളിച്ചിട്ടുമില്ല, ഞാൻ വിളിക്കുന്ന കോളിനൊന്നും റിപ്ലൈയും തരുന്നില്ല. എന്താ പറ്റിയേ? നീ എന്താ ഫോൺ എടുക്കാണ്ടിരുന്നേ? ഞാൻ എന്തോരം പേടിച്ചെന്നറിയോ നിനക്ക്? കിച്ചാ, ഞാൻ നിന്നോടാ ചോദിക്കുന്നേ, എന്തെങ്കിലും ഒന്ന് പറ. എന്ത് പറയാനോ? ഒന്ന് ശല്യം ചെയ്യാണ്ട് ഇറങ്ങി പോവോ? അവിടെ മനസ്സമാധാനം കിട്ടാഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. ഇവിടെയും എന്റെ പിന്നാലെ നടന്ന് എന്നെ ശല്യം ചെയ്യല്ലേ കുഞ്ഞി. കിച്ചാ, ഒന്ന് ഇറങ്ങി പോ കുഞ്ഞി. കുഞ്ഞി, കുഞ്ഞി, എന്താ ഇനിയും ചീത്ത പറയാൻ വന്നതാണോ? കുഞ്ഞി, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എനിക്കൊന്നും കേക്കണ്ട. കേട്ടേ പറ്റൂ. കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ? കേട്ടേ പറ്റൂ കുഞ്ഞി, കേട്ടേ പറ്റൂ. കുഞ്ഞി, അത് എന്താണ്? എന്തെങ്കിലും കണ്ണൊക്കെ നിറഞ്ഞ്? കുഞ്ഞി, ഞാൻ പറയുന്നത് കേട്ടിട്ട്. എന്താ കിച്ച, എന്നെ വെറുതെ ടെൻഷൻ അടുപ്പിക്കല്ലേ. നീ കാര്യം പറഞ്ഞേ. അത് അത് ഞാൻ നീ അത് ഒന്ന് പറയുന്നുണ്ടോ? എന്താ എന്താ കിച്ച നീ ഇപ്പൊ പറഞ്ഞേ? അതെ കുഞ്ഞി, I had sex with her. വെറുതെ തമാശ കളിക്കല്ലേ. തമാശ അല്ലടി, എന്താടാ ഈ പറയുന്നേ? പറ്റിപ്പോയി. എനിക്ക് പോലും അറിയില്ല എങ്ങനാത്. കിച്ച, നീ ഇതെന്താ പറയുന്നേ? നിനക്ക് എങ്ങനെ തോന്നി എന്നെ മറന്ന്? എങ്ങനെ തോന്നിടാ? കിച്ചേട്ടാ, നീ വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയണല്ലേ? അല്ലേ? പറയണ, പറ്റിക്കാൻ വേണ്ടി പറയണ അല്ലേ? അല്ല കുഞ്ഞി, നിന്നെ പറ്റിക്കാൻ വേണ്ടി പറയണതല്ല. നിനക്ക് എങ്ങനെ കഴിയുന്ന എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ? കുഞ്ഞി, വേണ്ട, എന്നെ തൊടണ്ട. നിനക്ക് ഇത് എങ്ങനെ തോന്നി എന്നോട് ചെയ്യാൻ? ഞാൻ കുഞ്ഞി, വേണ്ട. നിനക്ക് എന്ത് കുറവാണ് വരുത്തിയ? ചോദിക്കുമ്പോഴും പറയുമ്പോഴും അല്ല ഞാൻ. എന്നിട്ട് എന്തിനാ എന്നോട് എങ്ങനെ സഹിക്കണം? കുഞ്ഞി, ഞാൻ പറയണത് കേക്കടി. സത്യമായിട്ട് ഞാൻ അറിഞ്ഞോട്ടല്ല. എനിക്കൊന്നും ഓർമ്മയില്ല എന്താ സംഭവിച്ചത്, എങ്ങനെയാ സംഭവിച്ചതെന്ന്. ഓർമ്മയില്ലെന്ന് പറഞ്ഞ നിന്റെ ഭാഗം ക്ലിയർ ആയോ? ആയോ? കുഞ്ഞി, അങ്ങനെ അല്ലടി. ഞാൻ നിന്നെ വെറുതെ എന്തെങ്കിലും ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചെയ്യില്ലാതെ തന്നായിരുന്നു ഇതുവരെയുള്ള എന്റെ വിശ്വാസം. പക്ഷെ അമ്മ പറയണ പോലെ എല്ലാ ആടുകളും ഒരുപോലെ. അയാളെ പോലെ തന്നെ നീയും. എന്നാലും നിനക്ക് എന്നെ കുറിച്ചൊന്ന് ഓർത്തുകൂടായിരുന്നു ഗീച്ച. ഇത്രയും നാളൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇനി നീ എത്ര ലഹരിയിലായാലും എന്നെ മറന്നൊരു നിമിഷം പോലും നീ. പക്ഷെ അതെല്ലാം എന്റെ വെറും തോന്നൽ മാത്രമായിരുന്നു.
കുഞ്ഞി നീ അങ്ങനെ പറയല്ലേ കുഞ്ഞി. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. എന്ന് പറഞ്ഞ ഞാൻ നിന്നെ പറഞ്ഞ് ഇതുവരെ ജീവിച്ചിട്ടില്ലടി. നിനക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും നാളും. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഇനി എന്റെ കൺമുന്നിൽ കണ്ടുപോലും നിന്നെ വിശ്വസിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. കുഞ്ഞി ചേട്ടാ, നിനക്ക് എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുറവ് വന്നിട്ടാ നീ അങ്ങനെ പോയെങ്കിൽ എന്നോട് പറഞ്ഞാ പോരായിരുന്നു. ഞാൻ അതുപോലെല്ല ചെയ്ത്. കുഞ്ഞി എന്നെ ഒന്ന് മനസ്സിലാക്കടി. ഞാൻ ഒരിക്കലും അറിഞ്ഞോണ്ടല്ല. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. എനിക്ക് നിന്നെ കാണിയ വേണ്ട. കുഞ്ഞി ഞാൻ പറയണൊന്ന് കേക്കടി. എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ അറിഞ്ഞോണ്ട് ഒന്നും ചെയ്തിട്ടില്ലടി. എന്താ പറ്റിയത് എനിക്ക് പോലും അറിയില്ല. എന്നെ ഒന്ന് മനസ്സിലാക്കുക കുഞ്ഞി. എന്തായാലും എല്ലാം കൂടി ഒരു 700 പേർക്കുള്ള ആഹാരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ 700 പറഞ്ഞാലും ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 700-750 പേർക്ക് കൊടുക്കാനുള്ള സാധനം കാണും. അത് തികയോ? ആ പിന്നെ ധാരാളം. അല്ല കൊച്ചന്റെ ഇപ്പൊ അങ്ങോട്ട് കാണുന്നില്ലല്ലോ. മറ്റേത് അവൻ വന്നു കഴിഞ്ഞാൽ ഏത് നേരം അവന്റെ പിന്നാലെ അല്ലായിരുന്നു. ഇതിപ്പോ ഇതും ചോദിച്ച് ഞാൻ ഒരു വട്ടം കൂടെ ചെന്നതാ. അവളെന്നെ തിന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇങ്ങ് പോരുന്നു. ഇനി അവര് തമ്മിൽ എന്തേലും വഴക്കിട്ടോ? എന്താ ഏട്ടാ? അല്ല, അവൻ വന്ന അന്ന് മുതൽ ആ റൂമിൽ തന്നെ പുറത്തോട്ട് ഇറങ്ങുന്നില്ല, നേരെ ചൊവ്വ ആഹാരം കഴിക്കുന്നില്ല, ആരോടൊന്നും മിണ്ടുന്നില്ല. ഹാ, ദക്ഷയുടെ പെരുമാറ്റം ഏകദേശം ഇങ്ങനൊക്കെ തന്നെ. 2 ദിവസം കൊണ്ട് നേരെ ചൊവ്വ ആഹാരം പോലും കഴിക്കുന്നില്ല. കാര്യം എന്താന്ന് ചോദിച്ചാ അതിട്ട് പറയത്തുമില്ല. അപ്പൊ പിന്നെ 2 എണ്ണത്തിന്റെ ഇടയ്ക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എനിക്കാണെ അവനെ കണ്ടിട്ട് മറ്റത് എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞ് പിന്നാലെ നടക്കുന്ന ചെറുക്കനാ. ഇതിപ്പോ ഊണും ഉറക്കമില്ലാണ്ട് ആരോടും ഒന്നും മിണ്ടണ്ട മുറിയില്. എന്ത് പ്രശ്നമായാലും പെട്ടെന്ന് തന്നെ 2 എണ്ണത്തിനോടും പറഞ്ഞു തീർത്തേക്കാൻ പറ. എനിക്കിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല എൻ്റെ കൊച്ചിനെ. കുഞ്ഞി എന്താ ആഹാരം കഴിക്കാത്തെ? കുഞ്ഞിടി നീ എന്നോട് ഇങ്ങനെ കാണിക്കല്ലേ കുഞ്ഞി. ഞാൻ അറിഞ്ഞോണ്ടല്ലേടി. എന്നെ ഒന്ന് മനസ്സിലാക്കുക കുഞ്ഞി. എന്നോടൊന്ന് ക്ഷമിച്ചൂടെ നിനക്ക്? എനിക്ക് നിന്നോട് ഇങ്ങനെ പെട്ടാണ്ടിരിക്കാൻ വയ്യടി. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് തെറ്റെന്നല്ലേ കിച്ച. പെട്ടെന്നൊന്നും എന്നെ കൊണ്ടത് മറക്കാൻ പറ്റൂലടാ. പക്ഷെ എനിക്കറിയാം എൻ്റെ കിച്ചനെ. എന്നെ മറന്ന നീ ഒന്നും ചെയ്യൂലെന്നറിയാം. എന്നാലും ഞാനിതെങ്ങനെ സഹിക്കോടാ? നീ ഒന്ന് പറ. കുഞ്ഞി നിന്റെ പേര് പോലും മറ്റൊരാളുടെ കൂടെ കൂട്ടി വായിക്കണത് എനിക്ക് സഹിക്കൂലെന്ന് അറിയില്ലടാ. അപ്പൊ പിന്നെ ഞാനിതെങ്ങനെ? നീ എന്റെതല്ലേ കിച്ച. എന്റെ സ്നേഹത്തിൽ എന്തേലും കുറവ് തോന്നിയോടാ നിനക്ക്? നീ എന്തിനാ
പ്രാണനെ പോലെ കണ്ടവൻ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ. എനിക്കൊന്ന് ചിന്തിക്കാൻ പോലും വയ്യ കിച്ച. പെട്ടെന്ന് മറന്നു കളയാൻ വേണ്ടിട്ട് എന്നെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. ഞാൻ അത്ര വലിയ വിശാല മനസ്കയോ അല്ല, സാധാ ഒരു പെൺകുട്ടിയാണ്. സാധാ ഒരു പെൺകുട്ടി. കുഞ്ഞി, എന്റെ ലോകം എന്ന് നീ മാത്രമായിരുന്നു കിച്ച. അത് ഇനിയും അങ്ങനെ തന്നെ. നീ എന്റേതാ, എന്റേത് മാത്രം. നീ വേറൊരാളുടെ കൂടെ ഞാൻ എങ്ങനെ സഹിക്കണ്ട, എങ്ങനെ സഹിക്കണോന്നൊന്ന് പറഞ്ഞതാടാ നീ. കുഞ്ഞി, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ, നിന്റെ ചുറ്റും ഗാഥ വരുമ്പോ എനിക്ക് അവള് ഇതിപ്പോ ഞാൻ പേടിച്ച പോലല്ല. സത്യായില്ലേ കിച്ച, സത്യായില്ലേ? എന്നെ പോലെ തന്നെ അവളും അറിയാണ്ട്. എനിക്ക് കേക്കണ്ട കിച്ച. കിച്ച, ഇനിയും നീ ഇതുപോലെ എന്നെ മറന്ന്. കുഞ്ഞി, ഇങ്ങനെ ചോദിക്കല്ലേടി എൻ്റെ അടുത്ത്. ഞാൻ മനപ്പൂർവ്വം വേണോന്ന് വെച്ചൊന്നും ചെയ്തിട്ടില്ലടി. അന്ന് അവിടെ എന്താ സംഭവിച്ചത് എനിക്ക് ഓർമ്മ പോലും കിട്ടത്തില്ല. ഞാൻ പറയണ സത്യാടി, ഒന്ന് വിശ്വസിക്കടി. നിന്റെ കിച്ചേട്ടനല്ലേ പറയണ, ഒന്ന് വിശ്വസിക്ക. മതി, എനിക്ക് നിന്റെ വിശ്വാസം. എന്റെ കിച്ചൻ എനിക്ക് വിശ്വാസം. കുഞ്ഞി, കിച്ച, എനിക്ക് ഗാഥയോടൊന്ന് സംസാരിക്കണം. എന്താടി എന്നെ വിശ്വാസം? അല്ലടാ, നീ പറഞ്ഞില്ലേ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് ഒരു ആക്സിഡന്റ് ആണെന്ന്. അപ്പൊ നിനക്ക് ഇത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ അവൾ എന്തുമാത്രം. ശരിയാ, പക്ഷെ അവിടെ എന്നെക്കാൾ കൂടുതൽ അവൾ ആ കാര്യങ്ങളെ പക്വതയോടെ കണ്ട്. അവളുടെ ഭാഗത്തുനിന്ന് ഞാൻ ഈ ആറ്റിറ്റ്യൂഡ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒന്നും സംഭവിക്കാത്ത പോലെ കൂളായിട്ട് അവൾ എന്നെ സമാധാനിപ്പിക്കാനാണ് നോക്കിയത്. പക്ഷെ എനിക്കറിയാം അവൾക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന്. അത് പുറത്ത് കാണിക്കണ്ട അവള്. എന്താ വെച്ചാ നീ പറയണേ? അവള് നിന്നെ ആശ്വസിപ്പിച്ചെന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ആ കുഞ്ഞി, ഒരുപക്ഷെ രണ്ടുപേർക്കും അറിയാണ്ട് പറ്റിയതായതുകൊണ്ടാവാം അവളങ്ങനെ കൂളായിട്ട് അവള് എന്നെ സമാധാനിപ്പിക്കാനാണ് കൂടുതലും നോക്കിയത്. അതൊരു മിസ്റ്റേക്കായിരുന്നു എന്ന് എന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ അവള് ശ്രമിച്ചത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരേ സമയം ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കിച്ച, മതി. നീ അത് അറിയാണ്ട് പറ്റിയതാന്ന് പറഞ്ഞില്ലേ? അത് അവക്കും അറിയാലോ. പിന്നെ പിന്നെ എനിക്കത് മനസ്സിലാവുന്നുണ്ടടാ. നീ ഇങ്ങനെ വെറുതെ. കുഞ്ഞി, എന്തായാലും നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് ഒരു ആക്സിഡന്റ് ആയിരുന്നു എന്ന് അവക്കും അറിയാലോ. അതെന്തായാലും നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ഇതിന് പിന്നാലെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നെ കിച്ച. ഒരു പക്ഷെ ചിലപ്പോ എനിക്ക് നിന്നെ തന്നെ നഷ്ടമായേനെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ കിച്ച, ഞാൻ പിന്നെ ജീവനോടെ. കുഞ്ഞി, അത് ഞാനും ചിന്തിച്ചതാടി.
പക്ഷെ അവള് കാര്യങ്ങളെല്ലാം അതിൻ്റെ രീതിയിൽ മനസ്സിലാക്കിയോണ്ട് മാത്രം ഇപ്പോൾ എനിക്ക് കുറച്ചെങ്കിലും സമാധാനമുള്ളത്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാനേ വയ്യടി. കിച്ച, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. വേണ്ടടി, അവളിത് നീ ഒരിക്കലും അറിയരുതെന്നാ എന്നോട് പറഞ്ഞത്. അഥവാ ഞാനിത് നിന്നോട് പറഞ്ഞിട്ടുണ്ടേ അവക്ക് നിന്നെ പഴയ പോലെ ഫേസ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ലെന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാനായിട്ട് നിന്നോട് പറഞ്ഞെന്നറിഞ്ഞ അല്ലേ തന്നെ ഞാൻ കാരണം അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇനി ഇവിടെ വന്ന് നിന്റെ മുന്നിലും കൂടി വേണ്ടടി. കിച്ച, അവള് പറയരുതെന്ന് പറഞ്ഞിട്ടും നീ എന്താടാ എന്നോട് വന്ന് പറഞ്ഞേ? നിനക്കും ഇതെന്നോട് പറിച്ചു വെക്കാൻ പാടില്ലായിരുന്നോ? എന്നെ കൊണ്ട് അതിന് ഒരിക്കലും കഴിയില്ലടി. എൻ്റെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതായാലും ചീത്തയായാലും അതെല്ലാം നീ അറിയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് കുഞ്ഞി. കാരണം എൻ്റെ ലൈഫേ നീയാടി. അത് നിന്നോട് മറച്ചു വെച്ചിട്ട് എനിക്ക് എങ്ങനാടി? കിച്ച, അല്ല, എന്ന് മുതലാ നീ എന്റെ ഫീലിങ്സിന് വാല്യൂ തരാൻ തുടങ്ങിയത്? നീ ഇവന്റെ കൂടെ ഇവിടെ വരാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നതാ. എപ്പോഴും നീ എന്നോട് മത്സരിക്കുമായിരുന്നു ഇവന് വേണ്ടിയിട്ട്. ഇവന്റെ കൂടെ ഇരിക്കാൻ, നിൽക്കാൻ, നടക്കാൻ. എന്തിന്? ഞാനും അവനും ക്ലോസ് ആയി ഇരിക്കുന്ന കണ്ട അതിനിടയ്ക്കും കയറി വരും അവള്. അങ്ങനെയുള്ള നിനക്ക് ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ട് നീ അത് യൂസ് ചെയ്യാണ്ട് വെറുതെ വിടാൻ മനസ്സ് കാട്ടിയെന്ന് പറഞ്ഞാ അത് വിശ്വസിക്കാനും വേണ്ടിയിട്ട് മണ്ടിയല്ല ഈ ഞാൻ. നിങ്ങൾക്കിടയിൽ എന്തോ വലിയ തെറ്റ് സംഭവിച്ചു എന്ന് ഇവനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ കുറച്ചധികം കഷ്ടപ്പെട്ട് കാണും അല്ലേ? പിറ്റേന്ന് രാവിലെ ഇവനെ നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തോണ്ട് മാത്രല്ലേ നീ അത് നിങ്ങൾക്കിടയിൽ ആക്സിഡന്റലി സംഭവിച്ചതാണെന്ന് ഇവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. എല്ലാം കഴിഞ്ഞിട്ട് അവളുടെ ഒരു നല്ല പിള്ള ചമച്ചിലും എന്നോട് പറയരുത് എന്നെ പിന്നെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല എന്തൊക്കെയായിരുന്നു അവളുടെ ഒരു ഒടുക്കത്തെ. നിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയോണ്ട് മാത്രമാണ് നീ അത് ഒതുക്കി തീർത്തെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നീ പിന്നെ അതിന്റെ പിന്നാലെ ഇതുപോലൊരു പ്രഹസനമായിട്ട് ഇവിടെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ മുന്നേ തന്നെ ഞാൻ. പിന്നെ ശരിയാ, കിച്ചേട്ടൻ ഇത് വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാനും ആദ്യം തകർന്നു പോയതാ. ഒരു നിമിഷത്തേക്കെങ്കിലും ഞാനും അവനെ തെറ്റിദ്ധരിച്ച് പോയി. എന്റെ സ്ഥാനത്ത് ഇപ്പം വേറെ ആരായിരുന്നെങ്കിലും അങ്ങനെ ചിന്തിക്കൂ. പക്ഷെ ഗാഥ, നീ ഇത്രയും വലിയൊരു കഥ മെനയുന്നതിന് മുമ്പിട്ട് ഒരു കാര്യം ആലോചിക്കണമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധം അല്ല എന്ന്. ഇവൻ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ രീതിയിൽ പെരുമാറുമെന്ന് അവനേക്കാളും നന്നായിട്ട് എനിക്കറിയാം. നീ ഇവനെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചേക്കുന്നത് ഇതല്ലേ? അവന് കള്ളു കുടിച്ച് ബോധം ഇല്ലാണ്ടാ നിന്നോട്. നിനക്കറിയോ ഇവന്റെ ഡ്രിങ്കിങ് കപ്പാസിറ്റി വെറും 3-4 പെഗ്ഗ. അതിനപ്പുറം ഇവൻ പോയി കഴിഞ്ഞാൽ ഒന്ന് നിവർന്ന് നിൽക്കാൻ പോയിട്ട് അവനെ ചുറ്റി എന്താ നടക്കണേന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും ഇവനുണ്ടാവില്ല. ഇവനാ നിന്നെ. ഇതിലും വലിയ സാഹചര്യത്തിൽ പോലും അവന്റെ കൂടെ ഉണ്ടായിട്ടുള്ളവളാ ഈ ഞാൻ. എന്നോട് പോലും അവൻ. അപ്പോഴാ നിന്നോട്. നീ പറയുന്നത് പോലെ അവൻ എപ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്നുണ്ടോ? ചിലപ്പോ അവളുടെ കൂടെ നിന്ന സമയത്ത് ദേ നിർത്തിക്കോ നിങ്ങള്. കിച്ചന്റെ അമ്മയാ എന്റെ അമ്മായി അന്നൊന്നും ഞാൻ നോക്കത്തില്ല. വേറെ ആരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ ഇവന്റെ കാര്യം എനിക്കറിയാം. അവൻ എങ്ങനാ എന്തുവാന്ന് മറ്റുള്ളവർ എന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ അപ്പൊ എന്തായി പറഞ്ഞു വരുന്നേ? മോള് കള്ളം പറയുകയാണെന്നോ? എന്താ നിങ്ങളുടെ ഈ മുഖം കള്ളം പറഞ്ഞാൽ പറ്റില്ലേ? അവള് നിങ്ങൾക്ക് മോളും ഞാൻ മോശക്കാരിയല്ലേ? ഒന്നുമില്ല, പണ്ട് എപ്പോഴോ അമ്മായിന്നും വിളിച്ച് ആ സാരി തുമ്പിലും പിടിച്ച് നടന്നതല്ലേ ഈ ഞാൻ. ആ സ്നേഹമെങ്കിലും നിങ്ങൾക്ക് എന്നോട് കാണിച്ചൂടെ? പിന്നെ സ്നേഹിക്കാൻ പറ്റിയ തന്തയ്ക്ക് പറക്കാത്ത നിന്നെ എനിക്ക് തന്തയില്ലാത്തോണ്ടാവും അല്ലേ?
അമ്മ ഈ തന്തയ്ക്ക് പറക്കാത്ത ചെറ്റത്തരത്തിന് കൂട്ടു നിന്നത്. ഞാൻ കൂട്ടി നിന്നോ? ദക്ഷ വെറുതെ അനാവശ്യം പറയരുത്. ദക്ഷ, എന്താ കാര്യം? നീ എന്താ ഈ പറയുന്നേ? ഗാഥ രചിച്ച ഈ നാടകത്തിൽ അമ്മായിക്ക് ഒരു റോൾ ഉണ്ടച്ച. കുഞ്ഞി, നീ ഇതെന്താ ഈ പറഞ്ഞു വരുന്നേ? അത് ഞാൻ കേട്ടതാ ജിത്തോട്ടാ. അമ്മായി ഗാഥയായിട്ട് ഫോണില് ഞാൻ പോവാണേ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് എന്താ? അന്ന് നിങ്ങൾക്കിടയിലൊന്നും സംഭവിച്ചില്ലെന്നോ? അവൻ ബോധം ഇല്ലാണ്ട് ഉറങ്ങിപ്പോയെന്നോ? ഓ, അതല്ലേലും പണ്ടേ അങ്ങനെ. ഉറക്കത്തിൽ പോലും അവൻ അവളുടെ വിചാരമുള്ളൂ. നേരം കുഞ്ഞി കുഞ്ഞി കുഞ്ഞി. ബോധമില്ലെങ്കിലും ആ ഒരു പേര് വിളിക്കാൻ അവൻ മറന്നില്ലല്ലോ അല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ടെൻഷൻ അടിക്കാണ്ടിരിക്കും? നീ ഇതെന്ന ഒറ്റ ഉറപ്പിന്റെ പുറത്താണ് ഞാൻ ഈ കല്യാണത്തിന് എന്നെ സമ്മതിച്ചത്. എന്നിട്ടിതിപ്പോ അവളെ കെട്ടി ഇന്നലെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം എൻ്റെ തലയെഴുത്ത്. അല്ല, ഇനി നീ എന്താ ചെയ്യാൻ പോണേ? അവനെ അങ്ങ് വിട്ടുകളയാൻ തീരുമാനിച്ചോ? ഞാൻ അങ്ങനെ ചോദിച്ചതല്ല. നിനക്ക് അവനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി അധികം ദിവസമില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്നാ തോന്നുന്നേ. അത് വർക്കൗട്ട് ആവുമോ? ഓ, ഫേക്ക് പ്രഗ്നൻസി. എന്തായാലും ഞാൻ നിന്റെ കൂടെ കാണും. ഒരു രീതി നോക്കിയാൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ആ ദക്ഷയെ ഇതാകുമ്പോൾ അവക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവക്കും തന്തയില്ലല്ലോ. അപ്പൊ പിന്നെ മറ്റാരേക്കാൾ ഈ വിഷമം അവക്ക് നല്ലപോലെ മനസ്സിലാവും. അത് വെച്ച് നമുക്ക് മുതലെടുക്കാം. എന്തായാലും എൻ്റെ മോൻ കൃഷ്ണയ്ക്ക് ഗാഥ മതി ഭാര്യയായിട്ട്. ഞാൻ മനസ്സുകൊണ്ട് നിന്നെ എൻ്റെ മരുമകളായിട്ട് കണ്ടത്, അല്ലാണ്ട് അവളെ അല്ല. മോളെന്തായാലും ധൈര്യമായിട്ടിരിക്കെ. നിന്റെ കൂടെ ഞാൻ കാണും. ഇനി പറ, നിങ്ങൾക്കിതിൽ പങ്കില്ലെന്ന്. നീ വെറുതെ എഴുതാപ്പുറം. അമ്മായി പറഞ്ഞത് ശരിയാ, എനിക്ക് തന്തയില്ല. നിങ്ങൾ പറഞ്ഞ പോലെ മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം അതിന്റെ വിഷമം. എന്നും പറഞ്ഞ് ഇതുപോലെ ചെറ്റത്തരം കാണിച്ച ഈ ദക്ഷ കൈയും കെട്ടി മിണ്ടാതെ നിൽക്കുന്നു നിങ്ങൾ കരുതിയോ? എന്നാ അമ്മായിക്ക് തെറ്റിപ്പോയി. തന്തയില്ലേലും നല്ല കുടുംബത്തിൽ പറഞ്ഞ തള്ളക്കുണ്ടായവളാ ഈ ദക്ഷ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കിച്ചൺ എന്നെ മറന്ന് ഒന്നും ചെയ്യില്ലെന്ന്. അതെന്റെ വിശ്വാസ. ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതാ നിങ്ങളുടെ അന്നത്തെ ആ ഫോൺ കോൾ. ദയവായിട്ടാ അത് കേൾക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നത്. ഇനി ഒരു പക്ഷെ അത് കേട്ടിരുന്നില്ലേലും ഞാൻ ഇവനെ അവിശ്വസിക്കില്ല. കാരണം എനിക്ക് എന്നേക്കാൾ വിശ്വാസം എൻ്റെ കിച്ചനെ. എന്താടി കേക്കുന്നേ? ഇവള് വെറുതെ നീ മിണ്ടരുത്. നിങ്ങൾ ഇവള് പറയുന്ന കേട്ട് എന്നെ തല്ലിയോ? ഇത് ഞാൻ നിനക്ക് കുറച്ച് നാളുകൊണ്ട് ഊങ്ങി വെച്ചതാ. നീയായിട്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ. നിനക്ക് എങ്ങനെ തോന്നിയിടി? ഒന്നുമില്ല, നീ ഒരു അമ്മയല്ലേ. നീ ഇതിനൊക്കെ കൂട്ടി നിന്നപ്പോ നീ കൃഷ്ണനെ കുറിച്ചൊന്ന് ചിന്തിച്ചോ? അവൻ എന്തുമാത്രം ഇതിനൊക്കെ ശേഷം അവൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? നീ ഒന്ന് ചിന്തിച്ചോ ശാരദ? ഇവള് പറയുന്ന കേട്ട് നിങ്ങൾ വെറുതെ ഇവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. എനിക്ക് ഇവരെല്ലാം വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ വേറെ തെളിവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഇവന്റെ മേലുള്ള വിശ്വാസം അതിനെ ആരൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. ഇവിടെ ഇപ്പം മീര ഡോക്ടർ വരെ ഉറപ്പിച്ച് പറഞ്ഞതല്ലേ ഇവള് പ്രഗ്നന്റ് ആണെന്ന്. അപ്പൊ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 10 മാസം വെയിറ്റ് ചെയ്യാം. ഇവള് പ്രസവിച്ചിട്ട് വരട്ടെ, എന്നിട്ട് ആലോചിക്കാം ഇവളെ കെട്ടിക്കണോ കെട്ടി തൂക്കണോന്ന്.
അതല്ലേ ഡോക്ടറെ അതിൻ്റെ ഒരു മര്യാദ. എന്താ മീര ഡോക്ടർ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഇതിനൊക്കെ കൂട്ടു നിന്നപ്പോ ഓർത്തില്ലല്ലേ ഇതിന് ഇങ്ങനൊരു സൈഡ് കൂടി ഉണ്ടെന്ന്. എന്നാലും നിങ്ങളെ സമ്മതിക്കണം, ഈ പ്രൊഫഷനിൽ ഇരുന്നു കൊണ്ട് ഇതുപോലൊരു കള്ളം പറയാൻ കാട്ടിയ മനസ്സ്. ഹോ, ബെസ്റ്റ് ഫ്രണ്ടിനോടുള്ള ഒരു സ്നേഹക്കൂടുതലേ. പാറു, കണ്ടു പാടി. ഇനിയെങ്കിലും ഈ പ്രഗ്നൻസി സാധനം ഒന്ന് മാറ്റി പിടിക്കാൻ നോക്കും. ഇതൊക്കെ കുറെ ഓടി പഴകിയതാ. കണ്ട സീരിയലും സിനിമയൊക്കെ കണ്ടേച്ച് അതൊന്നും കൊണ്ട് എങ്ങോട്ടേക്കും ഇറങ്ങിയേക്കല്ലേ, പെട്ടുപോവും. ഒന്നുമില്ല, കുറെ പഠിപ്പ് വിവരമൊക്കെ ഉള്ളതല്ലേ. അടുത്ത വട്ടം പുതിയത് എന്തെങ്കിലും ട്രൈ ചെയ്യും. പിന്നെ നാട്ടുംപുറത്തുള്ളവരായോണ്ട് എന്ത് വന്ന് കാണിച്ചു കൂട്ടിയാലും അതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലേ അതൊന്ന് മാറ്റി വെച്ചാൽ കൊള്ളാം കേട്ടോ. ദക്ഷ, എന്താ അമ്മ? അല്ലടി, അല്ല ഇവൻ സമ്മതിച്ചതോ? അപ്പോ സമ്മതിച്ചെന്നോ? അവൻ പറയാൻ വന്ന കാര്യം പറഞ്ഞു മുഴുവിപ്പിക്കാൻ അമ്മ സമ്മതിച്ചോ? ഇല്ലല്ലോ. പിന്നെ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് പോലും കുറ്റവാളിയെ പോലെ അവൻ തലകുനിച്ച് നിൽക്കണത് എന്താണെന്നറിയോ? അവൻ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല അവന്റെ അമ്മയും കൂടി ചേർന്നിട്ട് അവനെ. എന്തിന്? ദാ ഇവളെ ഇവന് എന്ത് ഇഷ്ടമായിരുന്നെന്നറിയോ? നല്ലൊരു ഫ്രണ്ട് എന്നതിലുപരി അവന്റെ സ്വന്തം കൂടപ്പിറപ്പായിട്ട് അവൻ അവളെ കണ്ടത്. അവര് രണ്ടുപേരും കൂടി ചേർന്ന് അവന് സഹിക്കാൻ പറ്റുമോ? ഇവനെ ഒന്ന് ഓക്കെ ആക്കിക്കൊണ്ടുവരാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഞങ്ങളുടെ കല്യാണമായിട്ട് പോലും. സത്യം പറഞ്ഞാൽ അവനെയും കുറ്റം പറയാൻ പറ്റൂല. പെറ്റ തള്ളയോ ആത്മാർത്ഥ സുഹൃത്തും കൂടി ചേർന്ന് അവനെ ചതിക്കുമായിരുന്നു എന്ന് അവന് ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ. അതാ എല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാണ്ട്. പക്ഷെ എനിക്കറിയാം അവൻ്റെ ഉള്ളും കിടന്ന് പെടയാണെന്ന്. സ്വന്തം അമ്മയ്ക്ക് പോലും അതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ അവളുടെ ഒരു. നിങ്ങൾ എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ? അവൾ ഈ വായി വരുന്നതൊക്കെ വിളിച്ചു പറയുന്നൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ? കേൾക്കാതിരിക്കാൻ എനിക്ക് കേൾവി കുറവൊന്നുമില്ല. ഓ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് എപ്പോഴും അവളല്ലേ? അവൾ എന്ത് വിളിച്ചു പറഞ്ഞാലും. നീ കൂടുതൽ സംസാരിക്കല്ലേ. ഒന്നാമത് എന്റെ നില തെറ്റി നിൽക്കുക. എല്ലാ തോന്നിവാസത്തിനും കൂട്ടു നിന്നിട്ട് അവളും. ഞാൻ എന്ത് കൂടുതൽ സംസാരിക്കല്ലേ. ഇവിടെ ഇത്ര ആളുണ്ടായി പോയത് നിന്റെ ഭാഗ്യം. എന്റെ മോന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയതിന് നിന്നെ ഞാൻ. ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് നീ വീട്ടിലോട്ട് വാ, നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്. ഞാൻ എന്ത് നശിപ്പിച്ചെന്നാ നിങ്ങളീ പറയുന്നേ? അവന്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടിട്ട്. നീ അവിടെ മിണ്ടാണ്ട് വായും പൊത്തിയിരുന്നു, അല്ലെങ്കിൽ എന്റെ കൈ അടുത്തത് വാങ്ങിക്കും നീ. അതിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് പോലും. ഭാവിക്ക് ഒരു. ശരി, ഞാനൊന്നും മിണ്ടുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഗാഥയുടെ കാര്യത്തിലൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ? മോള് പറഞ്ഞത് കേട്ടില്ലേ? എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവളെ കുഞ്ഞിനെ പ്രസവിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം. അത് ശരിയാണോ? ഒരു പെണ്ണിന്റെ എന്ത്? പെണ്ണുങ്ങൾക്ക് മാത്രമേ ഈ മാനവും മര്യാദയൊക്കെ, ആണുങ്ങൾക്ക് ഇല്ല ഇതൊന്നും. എന്റെ കൊച്ച വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതിനെയൊക്കെ വീട്ടിൽ കയറ്റിയതാ ഞാൻ ചെയ്ത തെറ്റ്. ഇതിനൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തിയിരുന്നെങ്കിൽ മതി. നിർത്ത്. എല്ലാരും കൂടി പറഞ്ഞത് എങ്ങോട്ടേക്കാ പോന്നെ? ശരിയാ, ഞാൻ പ്രഗ്നന്റ് അല്ല. പക്ഷെ കൃഷ്ണയുടെ ലൈഫിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. ഈ ഗാഥ മാത്രം. അതിനി വേണ്ടി വന്ന ഇവളെ കൊല്ലാനും ഞാൻ. അവളെ കുറിച്ച് ഒരക്ഷരം മിണ്ടി പോകരുത് നീ. നിങ്ങൾ എന്നെ കൈവെക്കാനും വേണ്ടിയിട്ടായോ? ഞാൻ ഓർത്തില്ല നിങ്ങൾ ഇവിടെ വച്ചോണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം. ഇവര് രണ്ടുപേരും കൂടി നിന്നെ പൊട്ടം കളിപ്പിക്കുക. ആളും പേരും ഇല്ലാത്ത തക്കം നോക്കി ഇവര് രണ്ടുപേരും കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാന്ന് നിനക്കറിയോ? അറിയില്ല, പക്ഷെ എനിക്കറിയാം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ടത്. ആലാറണ്ട, ഞാൻ പറഞ്ഞത് സത്യല്ലേ? അല്ലെങ്കിൽ പറ നിങ്ങള്. അല്ല, സത്യമല്ല. വെറുതെ വായി വരുന്നത് വിളിച്ചു പറയരുത്. ശരി, ഞാൻ പറയുന്നത് സത്യമല്ല, സമ്മതിച്ചു. എങ്കിൽ പിന്നെ നിങ്ങൾ പറ, നിങ്ങൾ വിവാഹം കഴിക്കാത്തത് എന്താ? ഇവള് കാരണല്ലേ? ഇവളെ ഓർത്തിട്ടല്ലേ?
നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി ഇവളല്ലേ? അല്ലേന്ന് അല്ല. ജിത്തോട്ടൻ സ്നേഹിക്കുന്നത് ദക്ഷയല്ല, പിന്നെ അത് എന്നെയാ. ആരും നീ ഇത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എൻ്റെ ഇഷ്ടം ഞാൻ ജിത്തുവേട്ടനോട് പറയാൻ പോവാണെന്ന്? ആ അപ്പോ അത് കേട്ടിട്ട് ഏട്ടൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ? എന്താ അത്? ജിത്തുവേട്ടൻ എന്നെ ആദ്യമേ ഇഷ്ടമായിരുന്നു എന്ന്, പിന്നെ അതെന്നോട് പറയാനുള്ള മടി കാരണം ഇത്രയും നാളും പറയാണ്ടിരുന്നേന്ന്. ജിത്തുവേട്ടാ, പാറു പറഞ്ഞത് സത്യമാണോ? അത് ആ ആണ്. അപ്പൊ പിന്നെ അന്ന് എന്നോട് പറഞ്ഞതോ? എന്ത്? ഏട്ടൻ സ്നേഹിക്കുന്ന പെൺകുട്ടി വേറെ ആരെയോ? അത് അത് വേറൊന്നുമല്ലടി. ജിത്തോടൻ ഞാനും ദീപോടനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിട്ട് പറഞ്ഞതാ. എൻ്റെ ഏട്ടാ, ആ കുട്ടി ഇവളായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ ആ തെറ്റിദ്ധാരണ മാറ്റിത്തരില്ലായിരുന്നോ? ഇതിപ്പോ വെറുതെ ഇത്രയും നാൾ കാത്തിരുന്ന്. ഞാനത് എന്തായാലും ഇപ്പോഴെങ്കിലും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ആയില്ലേ? അത് മതി. ജിത്തുവേട്ടാ, ഞാൻ എത്ര നേരം കൊണ്ട് ഈ ഡോറ് കിടന്ന് മുട്ടുന്നെന്നറിയോ? നിങ്ങൾ ഇതിനകത്ത് എന്തെടുക്ക? അത് ഞാൻ കേട്ടില്ല. അല്ല, ഇതെന്താ മൊത്തത്തിൽ വിയർത്ത്? എന്തേലും വയ്യേ? ഇല്ല, എനിക്ക് വയ്യായ്മയൊന്നുമില്ല. പിന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അത് ഞാനൊരു ആവശ്യമില്ലാത്ത വല്ലതൊക്കെ ആലോചിച്ചൂട്ടി കാണല്ലേ? ഹേയ്, അങ്ങനൊന്നുമില്ല. പാറു, എന്താടി നീ ജിത്തുവേട്ടനെ കണ്ടായിരുന്നോ? ജിത്തുവേട്ടന്? ഇല്ല, എന്താടി? അല്ല, ഇത്രയും നേരമായിട്ട് ഏട്ടനെ ഇവിടെ ഒന്നും കണ്ടില്ല. അത് ശരിയാണല്ലോ, ഞാനും പുള്ളിക്കാരനെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ ഇതുവരെ. എന്നാലും ഈ ഏട്ടൻ ഇത് എവിടെ പോയി കിടക്കുക? നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നീ എനിക്കൊന്ന് നോക്കിട്ടോ ഹടി. കുഞ്ഞി, എന്താടി? അത് ജിത്തോടനെ ഇവിടെ ഒന്നും കാണുന്നില്ല, ഞാൻ അവളോടൊന്ന് നോക്കാൻ പറഞ്ഞതാ. അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. എന്നാലും ഇത്രയും നേരം എല്ലാത്തിനും കൂടെ നിന്നിട്ട് ഈ സമയമായപ്പോൾ എനിക്കെന്തോ പോലെ. നീ സമാധാനപ്പെട്, ഭാരം എന്തായാലും നോക്കാൻ പോയില്ലേ? അല്ല, താൻ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നേ? അവരെല്ലാം താഴെയില്ലേ? അത് തന്നെ എനിക്ക് ജിത്തുവേട്ടനോട് ചോദിക്കാനുള്ളതും. എല്ലാവരും അവിടെ ഉള്ളപ്പോൾ ഏട്ട എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? അത് ആ ശബ്ദവും ബഹളവും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് നല്ല തലവേദന, അതാ ഞാൻ. അപ്പൊ ആ തലവേദന മാറാനുള്ള മെഡിസിൻ ആണോ ഈ കഴിക്കുന്നേ? നിങ്ങൾ ആരോട് വേണേലും കള്ളം പറഞ്ഞു, പക്ഷെ എല്ലാം അറിയാവുന്ന എന്നോടത് വേണ്ട. ചിത്തോട്ടന്റെ റൂമിൽ ഇപ്പൊ ആരാ സംസാരിക്കുന്നേ? അത് ഞാനെന്ത് കള്ളം പറഞ്ഞെന്നാ ഗാഥ പറയുന്നേ? ഗാഥ സ്വന്തം വേണമെന്ന് കരുതി നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്നവളുടെ കഴുത്തിൽ നാളെ അനിയൻ താലി ചാർത്താൻ പോവാ. അതിൽ നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. ചിത്തോട്ടനപ്പോ ദക്ഷയോട് ഗാഥ പ്ലീസ്, അവളെ നഷ്ടപ്പെടുത്തി കളയരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? എല്ലാം തുറന്നു പറയാൻ ഏട്ടന് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും ഏട്ടന് ഒന്നും ചെയ്തില്ല. അതല്ലേ ഇപ്പൊ ഇങ്ങനെ? മതി, നിർത്ത്. നീ പറഞ്ഞ പോലെ അവസരങ്ങൾ ഉണ്ടായിട്ടും അത് വേണ്ടാന്ന് വെച്ചത് എനിക്ക് വേണ്ടി തന്നെ. ഞാനിതെല്ലാം അവളോട് തുറന്നു പറഞ്ഞാൽ അവൾ എന്നെ അംഗീകരിക്കുമെന്നാണോ നീ പറയുന്നേ? ഒരിക്കലും ഇല്ല. നിനക്ക് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഒന്നും അറിയാത്തോണ്ടാ. അവൾ ചിലപ്പോ എന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോവും. അതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. അതിലും നല്ലത് എൻ്റെ ഇഷ്ടം എൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാ മതി. അല്ലാണ്ട് എന്നാലും പ്ലീസ് കൂടുതലൊന്നും പറയരുത്. എനിക്ക് കേൾക്കാൻ വയ്യ.
അവക്ക് ചേർന്നത് അവൻ തന്നെ. ഞാനാ വെറുതെ ഓരോന്നും മനസ്സിൽ. ജിത്തുവേട്ടാ, ഗാഥ പ്ലീസ്, എനിക്ക് കുറച്ച് സമാധാനം എന്താ, ഒന്ന് പോയി തരാവോ? ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ പ്ലീസ്. ഹാ ജിത്തുവേട്ടാ. ഹരു, ജിത്തുവേട്ടാ, ജിത്തുവേട്ടാ. ഹാ ഏട്ടൻ പേടിക്കണ്ട, ഞാൻ ആരോടും ഒന്നും പറയില്ല. പിന്നെ ഇതിന് പിന്നിൽ എന്ത് പണി വന്നാലും അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്തോണം. ഞാൻ നോക്കിക്കോളാം. പിന്നെ താങ്ക്സ്. താങ്ക്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവൾക്ക് വേണ്ടിയിട്ടാണ് നിന്നത്. അവൾ ഇനിയും കിടന്ന് കരയുന്നത് കാണാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ അവൾ നിങ്ങളെ ഏട്ടനായിട്ട് ഇത്രയും നാളും കണ്ടത്, നിങ്ങൾ അവളെ അതവൾക്ക് താങ്ങാൻ പറ്റില്ല. അതാ ഞാൻ. ജിത്തുവേട്ടാ, നിങ്ങളെ സമ്മതിക്കണം. ഇവള് പറഞ്ഞത് കള്ളാണെന്നും ഞാൻ പറയുന്നത് ആ സത്യമെന്നും നിങ്ങൾക്കും നല്ലപോലെ അറിയാം. എന്നിട്ടും നിങ്ങളും ഗാഥ, നീ വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാണ്ട്. നിങ്ങൾക്ക് നല്ല പേടിയുണ്ടല്ലേ ഇവരെല്ലാരും നിങ്ങളെ മോശക്കാരനായിട്ട് കാണുമെന്ന്. എനിക്കിവരെ വേണമെന്നുള്ളത് കൊണ്ട്, ഇവനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് ഞാൻ കാട്ടിക്കൂട്ടിയതെല്ലാം നിങ്ങളുടെ മുന്നിൽ തെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ ഇത്രയും നാളും ഇവളെ മനസ്സിൽ വെച്ചോണ്ട്. ഗാഥ, എനിക്ക് നിങ്ങളെ പോലെ വിട്ടുകൊടുക്കാൻ അറിയില്ല ജിത്തുവേട്ടാ. അതിനെന്നെ കൊണ്ട് പറ്റത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്ന് ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. എന്റെ മോളെ പോലെ ഞാൻ നിന്നെ ഇത്രയും നാളും കണ്ടത്. എന്റെ മക്കളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിട്ട് നീ ഒരുമ്പെട്ട് ഇറങ്ങിയ. അങ്കിളെ. അങ്കിളോ? ഇവിടെ കിടന്ന് കൂടുതൽ ഷോ കാണിച്ച പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഒന്നുമില്ല, കുറെ നാള് സ്വന്തം എന്ന് കരുതി കൂടെ കൂട്ടിയതാന്ന് വെച്ചിട്ടാ ഇപ്പൊ വെറുതെ വിടുന്നേ. എന്നെ കൊണ്ട് മറുത്ത് ചിന്തിക്കാൻ നീ ഇടവരുത്തരുത്. ഇറങ്ങി പോവാൻ നോക്ക് കൊച്ചെ. ഇതിനെ വിളിച്ചിട്ട് പോവാൻ നോക്ക്. അല്ലെങ്കിൽ പിന്നെ ഇവക്ക് കൂട്ടായിട്ട് നിനക്കും പോയി കിടക്കേണ്ടി വരും. അമ്മാതിരി ചെയ്തല്ലേ രണ്ടെണ്ണം ചെയ്തത്. പിന്നെ ഇതും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ആയിരിക്കും നാണക്കേട്. അതാ പിന്നെ. ഗാഥ വാ. അത് പിന്നെ അങ്ങനെ വരാൻ പറ്റുമോ? എന്റെ പൊന്ന് ഗാഥ, ഇനി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാണ്ട് വന്നേ നീ ഇങ്ങോട്ട്. ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോലും ഒന്നും ചെയ്യാണ്ട് അവർ വെറുതെ വിടുന്നത് അവരുടെ മാന്യതയാ. അത് നീ മുതലെടുക്കാൻ നിൽക്കരുത് ഗാഥ. വാ ഇങ്ങോട്ട്. മീര, ഞാൻ പറയുന്നേ ഒന്ന് കേക്കടി. ഒന്നും കേക്കണ്ട. ഇപ്പം തന്നെ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുക. നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ തോന്നിവാസത്തിന് കൂട്ടുന്നത്. ഇനി അതിന്റെ പേര് ജയിലിൽ പോയി കിടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് മിണ്ടാതെ മര്യാദക്ക് എന്റെ കൂടെ വാ. ഗാഥ, കൃഷ്ണ, നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? ആടാ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ട്? അത് ഒരു 2 years. ഈ 2 വർഷത്തിനിടയിൽ എപ്പോഴേലും ഒരിക്കലെങ്കിലും എനിക്ക് നിന്നോട് താല്പര്യം ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ നിന്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ടോ? അത് ഇല്ല. ഞാൻ കുഞ്ഞെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലായിരുന്നോ? അറിയാം. കൃഷ്ണ, എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് എന്നോട് ഈ ഒരു ചതി ചെയ്തതിന് ഞാൻ ഇതെങ്കിലും നിനക്ക് തരണ്ടടി. ഇനി ഒന്നുകൂടി. ഇതെന്തിനാന്നറിയോ? ഇന്നത്തെ ദിവസം ഇതുപോലെ ആക്കി തീർത്തേന്. കൂടാണ്ട് ജിത്തുവേട്ടനെ എന്റെ കുഞ്ഞിയെ വെച്ചിട്ട് അനാവശ്യം പറഞ്ഞുണ്ടാക്കിയന്. കൃഷ്ണ, മിണ്ടരുത്. ഞാൻ ഇവ കിട്ടി ഇതെങ്കിലും കൊടുത്തില്ലേ,
എന്റെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയായിരിക്കുന്നേ നീ പുന്നാര മോള് കരുതും. ഇനി ചെല്ലാൻ നോക്ക്. ഗദ വാ പോവാം, ഒന്ന് വാടി. കുഞ്ഞി, ആരെയായി നോക്കുന്നേ? അതും എന്റെ പെണ്ണിനെ നോക്കിയതാ. ഉം? നീ ഇത് എന്നോട് പറയാണ്ട് എവിടെ പോയതായിരുന്നു? അത് ഞാൻ എഴുന്നേറ്റപ്പോ കിച്ചേട്ടൻ നല്ല ഉറക്കമായിരുന്നു. അപ്പൊ എനിക്ക് ബോറടിച്ചിട്ട് ഞാൻ ചുമ്മാ ഇവിടൊക്കെ ഇങ്ങനെ വായി നോക്കി നിന്നതാ. അന്നേരം താഴെ അവരെല്ലാരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം വെറുതെ ഒന്ന് പരിചയപ്പെടാലോ എന്ന് വെച്ചിട്ട് പോയതാ. ഹാ, അതിന് നിനക്ക് അവരെയൊക്കെ അറിയോ? ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഓൾറെഡി. അത് അല്ല, നിനക്ക് യാത്ര ചെയ്തു വന്ന എന്റെ ക്ഷീണമൊന്നുമില്ലേ? കുറച്ചു നേരം കൂടി കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നു? ക്ഷീണമൊന്നുമില്ല, പക്ഷെ നാട്ടിലെ പോലെ അങ്ങോട്ടൊരു ഒരു രസവും ഇല്ല. നാട്ടിലെ പോലെ മരം കയറാൻ പറ്റണില്ലല്ലേ? അല്ല, താഴെ എന്തുവായിരുന്നു? അവര് പറഞ്ഞതുപോലെ നിനക്ക് മനസ്സിലായോ? ആ, കുറച്ചൊക്കെ. അത് ശരി, കുറച്ചൊക്കെ മനസ്സിലായുള്ളൂ. പക്ഷെ നിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നീ ഭയങ്കരമായിട്ട് ചിരിച്ചു മറിയുന്നുണ്ടായിരുന്നല്ലോ. അത് പിന്നെ എന്റെ കിച്ചേട്ടാ, നമുക്കൊന്നും മനസ്സിലായില്ലെന്ന് അവർക്ക് മനസ്സിലാവാൻ പാടില്ലല്ലോ. എന്റെ കുഞ്ഞി, ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത നിനക്ക് ഇതൊക്കെ പറ്റൂ. കിച്ചേട്ടാ, കിച്ചേട്ടാ. അതെ കിച്ചേട്ടാ, അല്ല നമ്മള് എന്താ? അല്ല നമ്മളിനി എന്നാ നാട്ടിലോട്ട് പോണേ? കുഞ്ഞി, ഇന്നലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അതുമല്ല, ഇനി അങ്ങോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കാനൊന്നും നിൽക്കണ്ട. കിച്ചേട്ടാ, അമ്മ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അതിനെന്താ, നമുക്ക് അപ്പച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരാലോ. അത് അമ്മ വരുമെന്ന് തോന്നുന്നില്ല. അതുമല്ല അമ്മായും അച്ഛനും ജിത്തോട്ടനും ഒക്കെ. എൻ്റെ കുഞ്ഞി, നിനക്ക് അമ്മായിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ. ഇനിയും നീ അത് അമ്മായി അങ്ങനെ കാട്ടിക്കൂട്ടിന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരെ കാണാണ്ടിരിക്കാൻ പറ്റുമോ? ഓ, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ നാട്ടിൽ പോയി നിന്നോ. ഞാൻ വല്ലപ്പോഴും ലീവ് കിട്ടുകയാണെങ്കിൽ വരാം. ഏയ്, അത് പറ്റത്തില്ല കിച്ചേട്ടൻ ഇവിടെ ഞാൻ അവിടെ പോയ അതൊന്നും ശരിയാവത്തില്ല. ഇതിപ്പോ എല്ലാം നീ തന്നെയല്ലേ പറയണേ. നിനക്ക് നാട്ടിലും പോണോ എൻ്റെ കൂടെ നിൽക്കണോന്ന് പറഞ്ഞാൽ രണ്ടും കൂടി നടക്കുമോ? അല്ലെ പിന്നെ ഈ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അവിടെ വന്ന് എന്തെങ്കിലും പണി ചെയ്യണം? അതിന് നീ ഇട്ട് സമ്മതിക്കത്തുമില്ല. കുഞ്ഞി, ഇങ്ങനെ മുഖം വെറുപ്പിച്ച് നിൽക്കണ്ട, നീ വിഷമിക്കണ്ട. നമുക്ക് ഇടയ്ക്ക് നാട്ടിലോട്ടൊക്കെ പോവാന്നേ. പിന്നെ എന്തേലുമൊക്കെ പറഞ്ഞ് നമുക്ക് അപ്പച്ചീനെ പതിയെ സമ്മതിപ്പിച്ചെടുത്തിട്ട് ഇങ്ങ് കൊണ്ടുവരാടി. അത് മതി. ലവ് യു കിച്ചേട്ടാ. എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഈ കിച്ചേട്ടൻ വിളി ഇപ്പൊ ഒത്തിരി കൂടിയിട്ടുണ്ട്, കേൾക്കാനൊരു രസമൊക്കെ ഉണ്ട്. ഓ അതെ, ഞാനിപ്പോ നിന്റെ അല്ല ഞാനിപ്പോ കിച്ചേട്ടന്റെ ഭാര്യയല്ലേ, അതുകൊണ്ട് ഇനി മുതൽ കിച്ചേട്ടാന്നേ വിളിക്കത്തുള്ളൂ. ശരിക്കും? ആ ശരിക്കും. എങ്കിൽ പിന്നെ നീ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോ. അപ്പൊ ഞാൻ എപ്പോഴും കിച്ചേട്ടാന്ന് വിളിക്കണോ? ഹാ, നീ തന്നെയല്ലേ പറഞ്ഞേ എന്റെ ഭാര്യ ആയോണ്ട് നീ ഇനി മുതൽ കിച്ചേട്ടാന്നേ വിളിക്കത്തുള്ളെന്ന്. അത് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് നിനക്ക് പറഞ്ഞൂടെ അങ്ങനെ വിളിക്കണ്ട, നീ പഴയ പോലെ തന്നെ വിളിച്ചാ മതിയെന്ന്? ഞാനെന്തിനു പറയണം? നിന്റെ ഇഷ്ടത്തിന് നീ തന്നെ മാറ്റിയതല്ലേ. അങ്ങനെ പറയരുത്. ചിരിക്കുന്നോടെ പട്ടി. നിനക്ക് ഇത്തിരി ബഹുമാനം തന്ന് കിച്ചേട്ടാന്ന് വിളിക്കാന്ന് വെച്ചപ്പോ നീ നോക്കിക്കോ, പണ്ടത്തെ പോലെ ഞാൻ വല്ലപ്പോഴും എനിക്ക് തോന്നുമ്പോ മാത്രമേ വിളിക്കുള്ളൂ. അതാ നല്ലത്. എനിക്ക് എന്റെ പഴയ കുഞ്ഞിനെ മതി. കളിയും ചിരിയും നിറഞ്ഞ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കരടായി ഇനി ആരും കടന്നു വരാതിരിക്കട്ടെ.
തൻ്റെ അവസാന ഇതളിലും പ്രണയം ബാക്കി വെച്ചവൾ ദക്ഷയെങ്കിൽ ആ ഇതൾ കൊഴിഞ്ഞു പോകാതെ കാത്തവൻ കൃഷ്ണ.